ഹായ് ഫ്രണ്ട്സ്, അക്ര വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലത്തെ ഒരു പഴം ദുബായിലും കിട്ടും, നാട്ടിൽ മാത്രമല്ല. സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Hi guys, welcome to my YouTube channel Akaris Vlog. ബർദുബൈ അബ്രേൻ്റെ സൈഡ് ഒക്കെ ഞാൻ ചിലപ്പോൾ നടക്കാറുണ്ടായില്ല. ഓടേറും നടക്കാറുള്ള സ്ഥലമാണ്. കാരണം അവിടെ വലിയ തിരക്കുണ്ടാവില്ല. വീക്കെൻഡിൽ മാത്രം കുറച്ച് നല്ല തിരക്കുണ്ടാവും. നേപ്പാളികളും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും വീക്കെൻഡിൽ. അല്ലാത്ത സമയത്ത് നല്ലൊരു വൈബാണ് അവിടെ. ഇങ്ങനെ ഇരിക്കാനും പോയി കാറ്റുകൊള്ളാനും ഒക്കെ നല്ല സ്ഥലമാണ്, നല്ല കാഴ്ചയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നടക്കും അതിലൂടെ. ചിലപ്പോൾ ഓടാറുമുണ്ട്. അപ്പോൾ നല്ല പച്ചപ്പും നല്ല കാഴ്ചയും. പുതിയ റോഡുണ്ടല്ലോ അവിടെ, ഇൻഫിനിറ്റി, അതിൻ്റെ സൈഡാണ്. അബ്രേക്ക് അടുത്തായിട്ട് വരും. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറേയൊക്കെ അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ഇങ്ങനെ പോവും. ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ലീവുള്ള സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ നടക്കാൻ പോയതാണ്. അപ്പോൾ ആ കാഴ്ച നിങ്ങൾക്കും കൂടി എത്തിക്കാം. നാട്ടിലുള്ള ആൾക്കാണെങ്കിലും നല്ലൊരു കാഴ്ചയാണ്. പിന്നെ അവിടെ ഞാൻ ആദ്യം കണ്ടത്, അവിടെ ഒരു വലിയൊരു തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ, പഴയ അറബികളെ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ ലൊക്കേഷന് ഇൻഫിനിറ്റി ബ്രിഡ്ജ് തേരൊക്കെ പോകുന്ന അതിൻ്റെ സൈഡാണ്. പിന്നെ അങ്ങനെ ഞാൻ നടക്കുമ്പോൾ എനിക്കൊരു മരം കണ്ട്. ആ മരത്തിൽ കുറേ പഴമുണ്ട്, കായ. ആരിങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ അതിൻ്റെ പേര് ബൊഗിരി പഴം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് കമൻറ്റായി രേഖപ്പെടുത്താം. കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. പിന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. ഒരുപാട് താഴെ വീണ് കിടക്കുന്നുണ്ട്. നല്ലൊരു മധുരവും നല്ല പുളിയുള്ള ഒരു പഴമാണത് ബൊഗിരി പഴം എന്ന് പറഞ്ഞാൽ. പണ്ട് സ്കൂളൊക്കെ പോകുന്ന ചൈൽഡ്ഹുഡ് സമയത്ത് ഇതിനൊക്കെ കുറേ അടി കൂടിയിട്ടുണ്ട്. ചങ്ങന്മാരായിട്ടും സഹോദരങ്ങളായിട്ടും ചങ്ങായിമാരായിട്ടും അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ അത് യാദൃശ്ചികമായിട്ട് തോന്നി. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്താൻ എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ. പിന്നെ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം. Goodbye. Thank you.